Baby, welcome to my channel Baby's Taste Hut. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബ്രെഡ് റെസിപ്പി ആയിട്ടാണ്. അത് ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് ഒരു പാനിനകത്ത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ ഒരു വെറൈറ്റി ആണ്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് എന്നാ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ റെസിപ്പിയായ സ്റ്റഫ്ഡ് ചിക്കൻ ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഡൗ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ, അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ്, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനകത്തേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. അതിനകത്തേക്ക് ഈ പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു എഗ്ഗും കൂടെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ശേഷം മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ചെറിയ ചൂടുള്ള പാല് അല്പാൽപമായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടിത് കുഴച്ചെടുക്കണം. ഇനി വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിപ്പോൾ ഓരോ മൈദയുടെ ഇത് പോണൊക്കെ ഇരിക്കും. ചിലപ്പം ആ വെള്ളം വേണ്ടിയില്ലായിരിക്കും. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. അതല്ല വേണമെന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഇതൊരു 4-5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇത് മയപ്പെടുത്താൻ പാകത്തിന് കുഴയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ടിത് മയപ്പെടുത്താനായിട്ട് കുഴച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ തടവിയിട്ട് വെക്കാൻ പോവാണ്. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ നമ്മളിത് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് ഫെർമെൻ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുകയാണ്. ആ ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 2 ചെറിയ സവാള അരിഞ്ഞതിടുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണേ. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് ഇളക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റോളം അത് ഇളക്കിയതിന് ശേഷം 1 കപ്പ് പാല് നമ്മൾ കുറേശ്ശെ ആക്കി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കണം. ആ പാല് മുഴുവനായും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. അതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് നന്നായി ഇതൊന്ന് കുറുകി വരുന്നവരെ ഇളക്കുകയാണ്. ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റും കൂടെ വീണ്ടും നന്നായി ഇളക്കി ഇതൊന്നും കൂടെ കുറുകി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ചു വെച്ച ചിക്കനും കൂടി ഇടുകയാണ്. ഷ്രെഡഡ് ചിക്കൻ അതും കൂടി ഇട്ട് ഇളക്കുവാണ്. വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ ഞാൻ നന്നായി ഇളക്കിയിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഈ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച ബാറ്റർ അവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതുപോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്.
ഈ മാവിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതൊരു 4-5 മിനിറ്റും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്നും കൂടെ ഇച്ചിരിയും കൂടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ മയപ്പെടുത്താൻ പോവാണ്. ആ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഞാനൊരു 4-5 മിനിറ്റ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റഫ്ഡ് ബ്രെഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി പോലെ ഇത് പരത്താൻ പോവാണ്. ഞാൻ ഈ മാവ് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അത് 4 പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. അതിലൊരെണ്ണം എടുത്തിട്ട് ഞാൻ ഇതേപോലെ പരത്തുവാണ്. ഈ പരത്തിയ ചപ്പാത്തിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഞാൻ വയ്ക്കുകയാണ്. മസാല നടുക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ 2 വശത്തും കട്ട് ചെയ്യണം. അതിന് ശേഷം ഈ കാണുന്നത് പോലെ ഓരോന്നായിട്ട് നമ്മൾ ഓരോന്നിൻ്റെ മുകളിലേക്ക് മടക്കി എടുത്തിട്ട് ഇതുപോലെ ഈ ഡിസൈൻ ഫുള്ള് ഫിനിഷ് ചെയ്യണം. ഇതുപോലെ ഈ ഡിസൈൻ മുഴുവൻ നല്ല ഭംഗിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിനി ഹീറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിൽ ആദ്യം ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് വെക്കണം. അതിനകത്തേക്ക് നമ്മളിത് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എഗ്ഗ് യോക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ എഗ്ഗ് വാഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് സെസമി സീഡ് കറുത്ത എള്ള് തൂയി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് മുമ്പേ ഏകദേശം ഒരു 1/2 കിലോയിലധികം ഉപ്പിട്ട് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറാണിത്. അതിനകത്തേക്ക് ഒരു റിങ് വെച്ചിട്ട് അതിനകത്തേക്കാണ് ഇത് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് നന്നായി ഒരു അടപ്പെടുത്ത് അടച്ചതിന് ശേഷം ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ടൈമെങ്കിലും ആവും ഇത് പ്രിപ്പയർ ആയി വരാനായിട്ട്. ഏകദേശം 25 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നന്നായി മെൽറ്റ് ചെയ്ത കുറച്ച് ബട്ടറും കൂടെ നമ്മളൊന്ന് തേച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ റഫായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബട്ടറും കൊണ്ട് അതിന് നല്ലൊരു വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമ്മൾക്ക് ബേക്കറിയിലെല്ലാം കിട്ടുന്ന സാധനമാണ്. എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി പിള്ളേർക്കും നമുക്കെല്ലാം കഴിക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ഫ്രണ്ട്സ്.